അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹദ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രപഞ്ച പരിത്യാഗം എന്നാണ്. വിശുദ്ധമായ ഖുർആനിലെ ഒരു വചനമുണ്ട്, ആരെങ്കിലും മയുരീദു ഹറസൽ ആഖിറ, പരലോകത്തെ വിളവെടുപ്പാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൻ ദുനിയാവിനെ ത്യജിക്കണം, അല്ലെങ്കിൽ ദുനിയാവിൽ ത്യാഗസന്നദ്ധനായി ജീവിക്കാൻ തയ്യാറെടുക്കണം. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഈ ഭൗതികമായ ആവേശങ്ങളുടെയും ആനന്ദങ്ങളുടെയും നടുവിൽ നിന്ന് കൃത്യമായി മാറി നിൽക്കാൻ സാധിക്കണം. എന്നാൽ ദുനിയാവിലെ വിളവെടുപ്പാണ് ഈ ലോകത്തുള്ള സൗകര്യങ്ങളും അതുപോലെ ആനന്ദങ്ങളും മാത്രം ഏൺ ചെയ്യാനാണ്, സമ്പാദിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവൻ അതിനെ ചോദിക്കുകയും അത് അള്ളാഹു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അവന് ഒരു ഓഹരിയും പാരത്രിക ലോകത്ത് ഉണ്ടാവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കേണ്ടത് വരാനിരിക്കുന്ന ലോകത്തെ സൗകര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയുമാണ്. അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. മറ്റുള്ളവരുടെ കൈകളിൽ കാണുന്ന സൗകര്യങ്ങൾ തൻ്റെ കൈകളിൽ എത്തിയേ മതിയാകൂ എന്ന് ചിന്തിക്കരുത്. മറ്റുള്ളവരുടെ കൈകളിലുള്ള ആ വലിയ സൗകര്യങ്ങളൊക്കെയും, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജീവിക്കുന്ന പലരും നേടിയെടുത്തിട്ടുള്ള വലിയ നേട്ടങ്ങളും അതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷെ അതുപോലെ കിട്ടിയേ മതിയാകുള്ളൂ, അല്ലെങ്കിൽ റബ്ബെന്നെ പരിഗണിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത അപകടമാണ്. അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചത് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകും, ഉദ്ദേശിച്ച ആളുകൾക്ക് നൽകില്ല. അത് ദുനിയാവിൻ്റെ ഒരു കിടപ്പാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമാവണം നമ്മളുടേത്. നമ്മൾക്കെല്ലാം ലഭിക്കും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാം, ആഗ്രഹം ഒരു പ്രശ്നമല്ല. എന്നാൽ അമിതമായ ഒരു പ്രതീക്ഷ, ആ രീതിയിലാവണം നമ്മളുടെ ജീവിതം. ആ സുഹദ്, പ്രപഞ്ച പരിത്യാഗം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വിജയത്തിലേക്ക് നമ്മൾക്ക് പോവാൻ പറ്റും. മനോഹരമായ, എല്ലാവരോടും നല്ല പെരുമാറ്റമുള്ള, എല്ലാവരെയും പരിഗണിക്കുന്ന നന്മയുള്ള ജീവിതത്തിനാണ് എന്നും പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ലോക ചരിത്രത്തിൽ കടന്നുപോയ ഏറ്റവും വലിയ നന്മയുള്ള മനുഷ്യരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കോറിയിട്ട സ്വഹാബിമാർ, അത് ഏറ്റെടുത്ത സ്വഹാബിമാർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയ ഏറ്റവും വലിയ മാതൃക അവരുടെ പരിസരങ്ങളിലുള്ള ആളുകളെ പരിഗണിച്ചു എന്നുള്ളതാണ്. പരിസരങ്ങളിലുള്ള ആളുകളെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. ആ ചേർത്തു പിടിക്കലാണ് നമ്മൾക്കും വേണ്ടത്. നമ്മളുടെ ഉമ്മയെ, നമ്മളുടെ ഉപ്പയെ, നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മളുടെ ഭാര്യ മക്കളെ, എല്ലാവരെയും, നമ്മൾ കൂടെ ജീവിക്കുന്ന, നമ്മളോട് ഒന്നിച്ച് ജീവിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ പരിഗണിക്കാൻ, അവരെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായ ജീവിതമാകും നമ്മളുടേത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.